കിം 2024 ക്വസ്റ്റ്യൻസിൽ നമുക്കിന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഏരിയയും നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ എല്ലാ സ്ലോട്ടിലും ചോദിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ y ഈക്വൽ ടു വി എക്സ്. y ഈക്വൽ ടു വി എക്സ് നിങ്ങൾക്കറിയാം, ഹോമോജീനിയസ് ഫോമാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. റെഡ്യൂസസ് ടു y ഈക്വൽ ടു വി എക്സ് എന്ന് കൊടുത്താൽ y ഈക്വൽ ടു വി എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ dy ബൈ ഡി എക്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ റൈറ്റ് സൈഡ് വി ഇൻറ്റു എക്സിൻ്റെ 1 വരും, പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് വരും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഡി വൈ ബൈ ഡി എക്സിന് പകരം വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, അതായത് ഡി വൈ ബൈ ഡി എക്സിന് പകരം വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡ് വൈ ഈക്വൽ ടു വി എക്സ് അഥവാ വൈ ബൈ എക്സ് ഈക്വൽ ടു വി എന്ന് വരും. വൈ ബൈ എക്സ് ഈക്വൽ ടു വി. അപ്പോൾ വി പ്ലസ് എഫ് ഓഫ് വൈ ബൈ എക്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് വി ബൈ എഫ് ഡാഷ് ഓഫ് വി. നമ്മൾ വൈ ബൈ എക്സിൻ്റെ പ്ലേസിലെല്ലാം വി എന്ന് കൊടുത്തു. ഈ രണ്ട് വിയും ക്യാൻസലായി പോകുന്നു. ഹോമോജീനിയസിൽ സ്ഥിരമായി ചെയ്യുന്നത്. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ എത്തിക്കുന്നു. അപ്പോൾ എഫ് ഡാഷ് ഓഫ് വി ബൈ എഫ് ഓഫ് വി ഇൻറ്റു ഡി വി ഡി എക്സ് ബൈ എക്സ്, ദെൻ ഇൻ്റഗ്രേറ്റ്. അവരത് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ റെഡ്യൂസസ് ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എഫ് ഡാഷ് ബി ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്. അപ്പോൾ ലോഗ് എഫ് ഓഫ് ബി ഈക്വൽ ടു ലോഗ് എക്സ്. എല്ലാം ലോഗരിതം വരുമ്പോൾ കോൺസ്റ്റൻറ്റും ലോഗ് കൊടുത്താൽ കുറച്ച് എളുപ്പം ഉണ്ടാവും. ലോഗ് സി. ഇതിലേക്കൊന്നും പോകണ്ട. എഫ് ഡാഷ് ബി ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി ഇൻറ്റു ഡി വി, എഫ് ഡാഷ് ബി ബൈ എഫ് ഓഫ് ബി ഇൻറ്റു ഡി വി ഈക്വൽ ടു 1 ബൈ എക്സ് ഡി എക്സ്. അങ്ങനെ ഓപ്ഷൻ സി ആൻസർ കിട്ടും. അവരത് റെഡ്യൂസ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഏത് ഫോമാണെന്നുള്ളതിനെ കുറിച്ച്. അടുത്തത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, ലീനിയറിലാണ് ചെയ്യുന്നത്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്നുള്ള ഫോമിൽ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഡി വൈ ബൈ ഡി എക്സ് കംപ്ലീറ്റ് 1 പ്ലസ് 2 ഇ റൈസ് ടു മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മൈനസ് ഈ ടൈമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 1 പ്ലസ് 2 ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 1 പ്ലസ് 2 ഇ റൈസ് ടു മൈനസ് എക്സ്. കംപ്ലീറ്റ് ഇക്വേഷനെ 1 പ്ലസ് 2 ഇ റൈസ് ടു മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ വൈയുടെ ഇത് പി, ഇത് ക്യൂ. വൈയുടെ കൂടെ നിൽക്കുന്ന ടൈമാണ് പി ആയിട്ട് എടുക്കുന്നത്. ഇതാണ് ലീനിയർ എന്നുള്ള കാറ്റഗറി. വൈ എന്ന് പറയുന്ന ഒരു സിംഗിൾ ടൈം ഉണ്ടാവും. അതിൻ്റെ കൂടെ നിൽക്കുന്ന ടൈമിനെ നമ്മൾ പി ആയിട്ട് എടുക്കുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രം ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. പി ഡി എക്സ് അതായത് ആ വൈയുടെ കൂടെ നിൽക്കുന്ന ടൈമുകൾ കംപ്ലീറ്റ് എഴുതുന്നു. ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഡെറിവേറ്റീവ് അതുപോലെ തന്നെ ന്യൂമറേറ്ററിൽ വന്നിട്ടുണ്ട് അല്ലേ. 1ൻ്റെ 0 വരും. 2 ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ 2 ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 1. അപ്പോൾ നമുക്ക് ഇ റൈസ് ടു ലോഗ് ഓഫ് എന്ന് പറഞ്ഞെഴുതാം. ഇൻ്റഗ്രേഷനിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. 1 പ്ലസ് 2 ഇ റൈസ് ടു മൈനസ് എക്സ്, 1 പ്ലസ് 2 ഇ റൈസ് ടു മൈനസ് എക്സ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡിനോമിനേറ്ററിൽ എഫ് ഓഫ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് വന്നാൽ ലോഗ് ഓഫ് എന്ന് പറഞ്ഞെഴുതാം. കഴിഞ്ഞ പ്രോബ്ലത്തിലും ചെയ്തത് അത് തന്നെ. പിന്നെ ലോഗരിതത്തിനകത്ത് ബേസ് ഇ ആണ്. ലോഗരിതത്തിൽ നിങ്ങൾ പഠിക്കുന്ന റിസൾട്ടാണ് ലോഗ് ബി ടു ദ ബേസ് എ റൈസ് ടു, ഇത് രണ്ടും സെയിം ആണെങ്കിൽ എ റൈസ് ടു ലോഗ് ബി ടു ദ ബേസ് എ, ആൻസർ ബി എന്ന് എഴുതാം. ഇത് രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ ബി എഴുതാം.
ഇവിടെ രണ്ട് സെയിം ആയിരിക്കും. കാൽക്കുലസിലെ ബേസ് ഇ ആയിട്ട് എടുക്കുന്നു. സോ 1 + 2e⁻⁻ - x എന്ന് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടുന്നു. അങ്ങനെ ഓപ്ഷൻ ഇ കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ലീനിയർ ആണെന്ന് മനസ്സിലാവും. ഒരേ ഒരു വൈയേ ഉള്ളൂ, y² എന്നോ y³ എന്നോ sin y അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ലീനിയർ ആണ്. പിന്നെ dy/dxന് കോഎഫിഷ്യൻ്റ് പറ്റില്ല, അതുകൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്തതിന് ശേഷമായിരിക്കും പിയും ക്യൂവും എല്ലാം എഴുതുന്നത്. ഈ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. സൊല്യൂഷൻ ഓഫ് e⁻dy/dx നമുക്ക് dy/dx എന്ന് എഴുതണം. അതിനുവേണ്ടി രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കാം. ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ log e⁻ty/dx ടു ദ ബേസ് ഇ ആണ് log x + 2 ടു ദ ബേസ് ഇ, നാച്ചുറൽ ലോഗരിതം ടു ദ ബേസ് ഇ, നാച്ചുറൽ ലോഗരിതം. അപ്പോൾ ഇത് രണ്ട് സെയിം വരുമ്പോൾ dy/dx log x + 2 എന്ന് കിട്ടും. സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ dy log x + 2 dx എന്ന് കിട്ടും. dy log x + 2 dx. വേരിയബിൾ സെപ്പറബിൾ ഫോം, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലേ. ലെഫ്റ്റ് സൈഡ് y, റൈറ്റ് സൈഡ് x. ലോഗരിതം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 1 എന്ന് എടുത്തിട്ട് പാർട്സ് അപ്ലൈ. ഇൻറ്റു 1 എന്ന് എടുത്തതിന് ശേഷം പാർട്സ് അപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് y, റൈറ്റ് സൈഡ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, 1ന്റെ ഡെറിവേറ്റീവ്, സോറി മാറിപ്പോയി, integral of second is x²/2 first function into integral of second minus integral of derivative of first, log ന്റെ ഡെറിവേറ്റീവ് 1/x + 2 into integral of second is x dx. ഇവിടെ ചെറിയൊരു തെറ്റ് അല്ലേ? എന്തായിരുന്നു തെറ്റ്? 1ന്റെ ഇൻ്റഗ്രൽ എക്സ് എന്നേ ഉള്ളൂ, x²/2 ഇല്ല. ഐ റിപ്പീറ്റ്, ലോഗരിതമിക് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനോ മാത്രം വന്നാൽ ഇൻറ്റു 1 എന്നെടുത്തിട്ട് പാർട്സ് അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, 1ന്റെ ഇൻ്റഗ്രൽ എക്സ് കിട്ടുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് + 2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് x/x + 2 എന്ന് വരും. ഒരു പ്രാവശ്യത്തോടെ ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഇത് ഇൻ്റഗ്രേഷൻ നടത്താൻ വേണ്ടി ഒരു ചെറിയ ടെക്നിക്ക് നിങ്ങൾ ചെയ്യുന്നതാണ്. ഒരു +2 - 2 ചെയ്യും. അപ്പോൾ ഡിനോമിനേറ്റർ പോലെ തന്നെ ന്യൂമറേറ്റർ വരും. എന്നിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? x + 2/x + 2, അത് 1 കിട്ടും. -2/x + 2 dx. x + 2/x + 2 1 കിട്ടും. -2/x + 2 dx. ഇൻ്റഗ്രേഷൻ നടത്തും. അപ്പോൾ ആൻസർ കിട്ടുന്നത് y = x ഇൻറ്റു log x + 2 മൈനസ് 1ന്റെ ഇൻ്റഗ്രൽ എക്സ് വരും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, ഈ മൈനസ് അകത്തേക്ക് വരുമ്പോൾ പ്ലസ് 2 log x + 2 പ്ലസ് സി എന്ന് വരും. 2 log x + 2 പ്ലസ് സി. വേണമെങ്കിൽ log x + 2 കോമൺ ആയിട്ട് എടുക്കാം. ഈ രണ്ട് ടൈം എടുത്താൽ y = ഈ രണ്ട് ടൈമിൽ നിന്ന് log x + 2 നമ്മൾ കോമൺ എടുക്കുന്നു. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? ഇവിടെ ഒരു എക്സ് ഉണ്ട്, അവിടെ ഒരു 2 ഉണ്ട്. x + 2 എന്ന് എഴുതുന്നു. മൈനസ് ഒരു എക്സ് ബാക്കിയുണ്ട്, പ്ലസ് സി എന്ന് എഴുതിയാൽ ഓപ്ഷൻ ബി കിട്ടും. y = അവർ x + 2 ആദ്യം എഴുതിയിട്ടുണ്ട്, അതാണ് അത്ര നല്ലതല്ലേ. ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ x + 2 ഹോൾ സ്ക്വയർ എന്നൊക്കെ എഴുതി വയ്ക്കും. x + 2 ലെഫ്റ്റിൽ തന്നെ കൊടുക്കുന്നു. ഓക്കെ, ആദ്യം തന്നെ dy/dx കണ്ടുപിടിച്ചു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വേരിയബിൾ സെപ്പറബിൾ ആണ്. വേരിയബിൾ സെപ്പറബിൾ ആണെങ്കിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. ലോഗരിതത്തിൽ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ഇൻറ്റു 1 അപ്ലൈ ചെയ്യുന്നു, പാർട്സ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നു. +2 - 2 ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്നു. ഓപ്ഷൻ ബോക്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ dy/cos y = dx. dy/cos y = dx. ഡയറക്റ്റ് നമുക്ക് ഇൻ്റഗ്രേഷൻ നടത്താം. ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേഷൻ നടത്തിയാൽ ഇൻ്റഗ്രൽ
sec y dy is equal to integral dx. sec y dy is equal to dx. sec y യുടെ ഇന്റഗ്രൽ എന്ത് വരും? log mod sec y plus tan y is equal to x plus c എന്ന് വരും അല്ലേ? ഡയറക്റ്റ് ആൻസർ ഉണ്ടോ? ഡയറക്റ്റ് ആൻസർ ഉണ്ട്. ഓപ്ഷൻ ഇ, ലോഗ് മോഡ് sec y പ്ലസ് tan y is equal to x പ്ലസ് c. വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേഷൻ നടത്തുന്നു. 1 cosine sec ആക്കുന്നു. സെക്കിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് sec പ്ലസ് tan എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ y cos y പ്ലസ് സൈൻ y dy. നമുക്ക് എന്തായാലും dy ബൈ dx ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. dy ബൈ dx ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ dy ബൈ dx ഈക്വൽ ടു ഇതിനകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. dy ബൈ dx എന്ന് മാറ്റിയാലും ഇതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിളോ ഹോമോജീനിയസിലേക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല. നിങ്ങൾ NCERT-യിൽ പഠിച്ചിരിക്കുന്ന ഒരു കാറ്റഗറിയിൽ ഇത് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയൊരു ടെക്നിക്ക്, എക്സാക്റ്റ് ഫോമിലേക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യാം. എക്സാക്റ്റ് ഡിഫറൻഷ്യലിലേക്ക് ഡെറിവേറ്റീവിലേക്ക് ഇതിനെ മാറ്റാം. എക്സാക്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പം ഡിഫറൻഷ്യൽ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എക്സ്. ശരിക്കും പ്രോഡക്റ്റ് റൂൾ പോലെ തന്നെ. അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ കോഷ്യന്റ് റൂൾ എങ്ങനെ എഴുതും? y ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് വൈ ബൈ വൈ സ്ക്വയർ. y ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് വൈ ബൈ വൈ സ്ക്വയർ എന്നുള്ള ഫോമിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ റൈറ്റ് സൈഡിലെ ഫോമിലായിരിക്കും വരുന്നത്, അത് ലെഫ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മൾ ജെയ്ക്കൊക്കെ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതുപോലെ ഇവിടെ നോക്കിയേ, ഇതിനെ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഓഫ് എന്തെഴുതാം? y സൈൻ y എന്ന് എഴുതാൻ പാടില്ലേ? നോക്കി, y സൈൻ y. y ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സൈൻ കോസ് പ്ലസ് സൈൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് y 1. ലെഫ്റ്റ് സൈഡ് ഇതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഓഫ് log x ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പാടില്ലേ? നോക്കൂ, log x ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സിന്റെ 1/x കട്ടായി പോയി, എക്സ് കിട്ടിക്കോളും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ വളരെ ഈസിയാണ്. ചുമ്മാ ഇൻ്റഗ്രേഷൻ നടത്തിയാൽ മതി. ഇൻ്റഗ്രലും ഡിഫറൻഷ്യലും ഓപ്പോസിറ്റ് പ്രോസസ് അല്ലേ? അപ്പം ലെഫ്റ്റ് സൈഡിന്റെ ആൻസർ y സൈൻ y എന്ന് കിട്ടും. y സൈൻ y. റൈറ്റ് സൈഡ് എക്സ് സ്ക്വയർ ലോഗ് എക്സ് പ്ലസ് സി. സോ y സൈൻ y is equal to എക്സ് സ്ക്വയർ ലോഗ് എക്സ് പ്ലസ് സി. ഓപ്ഷൻ സി ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് NCERT-യിൽ പഠിച്ചത്ര പരിചയമുള്ള ടൈപ്പ് അല്ല, പക്ഷെ വളരെ സിമ്പിളാണ്. J-level ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇതേപോലെ കിട്ടും. ഏതെങ്കിലും എൻട്രൻസിൻ്റെ ബുക്കുകളൊക്കെ നോക്കി ഇങ്ങനെയുള്ള കൺവേർഷൻസ് കുറേ കാണാൻ പറ്റും. ഡിഫറൻസിയേഷനിലേക്ക് മാറ്റുന്നു. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തിൻ്റെയോ ഡിഫറൻസിയേഷനാണ്, ഇതും എന്തിൻ്റെയോ ഡിഫറൻസിയേഷനാണ്, അതിലേക്ക് മാറ്റും. ദ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ, ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് dy ബൈ dx എഴുതാം എല്ലാത്തിലും പോലെ, പ്ലസ് 2/x, എക്സ് കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യുന്നു, ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. ഇതാണ് പി ആയിട്ട് വരുന്നത്. വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ് പി ആയിട്ട് വരുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ 2/x dx വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു 2 ഇൻറ്റു 1/xൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? ലോഗ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് എക്സ് സ്ക്വയർ എന്ന് വരും. ഈ 2 ഇവിടെ വരും. ഇ റൈസ് ടു ലോഗ് എക്സ് സ്ക്വയർ ടു ദ ബേസ് ഇ ആണ്. ഇത് രണ്ട് സെയിം ആണ്. ആൻസർ ഈസ് എക്സ് സ്ക്വയർ. ബേസ് ഇ ആണ്. ആൻസർ ഈസ് എക്സ് സ്ക്വയർ. ഇത് ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി അറിയില്ലേ?
ബി ഇൻറ്റു ലോഗ് എ എന്ന് പറഞ്ഞാൽ എന്തറിയാം? ലോഗ് എ റൈസ് ടു ബി എന്ന് എഴുതാം. ഈ പവർ കൊണ്ട് ലോഗ് എ റൈസ് ടു ബി. ഇത് രണ്ട് സെയിം ആണ്. ഈ പോയിട്ട് ആൻസർ ഈസ് എക്സ് സ്ക്വയർ. സോ ഓപ്ഷൻ ഡി കിട്ടുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആകുമ്പോൾ ഏത് ടൈപ്പ് എന്നൊന്നും ചിന്തിക്കാനില്ല, ലീനിയറിലാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വരുന്നത്. ആദ്യം ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എന്നുള്ള ഫോമിലാക്കിയതിന് ശേഷം പി എഴുതുന്നു. ക്യൂ എഴുതേണ്ട ആവശ്യമില്ല. വൈയുടെ കൂടെ നിൽക്കുന്ന ടൈം ഏതാണോ അത് പി ആയിട്ട് എടുക്കും. വീണ്ടും ജനറൽ സൊല്യൂഷൻ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരേ ഒരു വൈ ടൈം ഉള്ളൂ. കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ്, ഇത് ലീനിയർ ആണ്. വൈയുടെ കൂടെ നിൽക്കുന്ന ടൈമിനെ പി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ പി എന്ന് പറയുന്നത് 2 tan x ആണ്. ഈക്വലിന് ശേഷം വരുന്നത് ക്യൂ ആയിട്ട് എടുക്കുന്നു. ക്യൂ എന്ന് പറയുന്നത് 5 sin x ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിൻ്റെ ഫോർമുല ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് which is equal to e raised to 2 log sec x tan x ന്റെ ഇന്റഗ്രൽ log mod sec x which is equal to e raised to log sec square x. ലോഗരിതത്തിന്റെ ഫോർമുല ഈ 2 ഇവിടെ വരുന്നു. ഞാൻ എഴുതേണ്ട ആവശ്യമില്ല, ഇത് രണ്ട് സെയിം ആയിരിക്കും. സോ ആൻസർ sec square x എന്ന് എന്ത് കിട്ടുന്നു? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ is sec square x. Therefore, solution, what's the solution? Y into integrating factor. Y into integrating factor is equal to integral of Q into integrating factor. Q is 5 sin x into integrating factor dx, which is equal to 5 into integral sin by cos tan. സീക്ക് സ്ക്വയർ എന്ന് പറയുന്നത് ബൈ കോസ് സ്ക്വയർ എന്നാക്കുക. എന്നിട്ട് സൈൻ ബൈ കോസ് ടാൻ എന്നും 1 ബൈ കോസ് സീക്ക് എന്നും എഴുതുന്നു. സോ ടാൻ എക്സ് സീക്ക് എക്സ് ഇസ് 5 സീക്ക് എക്സ് എന്ന ആൻസർ എഴുതാം. പ്ലസ് സി. ഐ റിപ്പീറ്റ്, സീക്ക് സ്ക്വയർ എന്ന് പറയുന്നത് ബൈ കോസ് സ്ക്വയർ ആവും. സൈൻ ബൈ കോസ് ടാൻ എഴുതുന്നു. 1 ബൈ കോസ് സീക്ക് എഴുതുന്നു. ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ 5 സീക്ക് എക്സ് പ്ലസ് സി. അപ്പോൾ വൈ സീക്ക് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് വൈ സീക്ക് സ്ക്വയർ എക്സിൻ്റെ ആൻസറാണ് ഈ കിട്ടിയിരിക്കുന്നത്. അവരെല്ലാത്തിലും കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ വൈ ഈക്വൽ ടു എന്നാണ്. അപ്പോൾ സീക്ക് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സീക്ക് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ബൈ സീക്ക് എക്സ് വരും, പ്ലസ് സി ബൈ സീക്ക് സ്ക്വയർ എക്സ് വരും. സീക്ക് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ബൈ സീക്ക് വരും, ഇവിടെ ബൈ സീക്ക് സ്ക്വയർ വരും. 5 ബൈ സീക്ക് എന്ന് പറഞ്ഞാൽ കോസ് വരും. അപ്പോൾ 5 കോസ് പ്ലസ് സി കോസ് സ്ക്വയർ എക്സ്, ഓപ്ഷൻ ഡി വരും. 1 ബൈ സീക്ക് കോസ് വരും, 1 ബൈ സീക്ക് സ്ക്വയർ കോസ് സ്ക്വയർ വരും, ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ. വീണ്ടും ഇൻ്റഗ്രേറ്റീവ് ഫാക്ടറാണ്. ഏറ്റവും കൂടുതൽ ലീനിയറിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ 1 ബൈ 3 sin x cos x പ്ലസ് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ y sin സ്ക്വയർ എക്സ് ബൈ sin x cos x. 3 വേണേ കിടന്നോട്ടെ. 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ്. ഈ 3 sin x cos x റൈറ്റിലേക്ക് കൊണ്ടുപോയി ഞാൻ സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇത് ലെഫ്റ്റിലേക്ക് വരുന്നു. 3 കട്ട് ചെയ്ത് പോകുന്നു. സൈൻ ബൈ കോസ് സൈൻ കട്ടായി പോകുന്നു. സൈൻ ബൈ കോസ് ടാൻ വരും. അപ്പം മൈനസ് ടാൻ എക്സ് ഇൻറ്റു വൈ സീക്വൽ ടു 1 ബൈ 3 സൈൻ എക്സ് കോസ് എക്സ്. അവരെന്താ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ സീക്വൽ ടു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. വൈയുടെ കൂടെ നിൽക്കുന്ന ടൈം ഏതാണോ അത് നമ്മൾ എടുക്കുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലോഗ് സീക്ക് എക്സ്. ടാനിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് സീക്ക് വരും. വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് സീക്ക് എക്സ് റൈസ് ടു -1. വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും ക്യാൻസലായി പോകും, സീക്ക് എക്സ് റൈസ് ടു -1 വിച്ച് ഈസ് 1 ബൈ സീക്ക് എക്സ്.
1 by sec is cos x. So answer D. Option D is correct. ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ dy by dx കണ്ടുപിടിക്കണം. dx ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, ഈ ടൈം കംപ്ലീറ്റ് റൈറ്റിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 1 by this എന്നും 3y by this എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം വൈയുടെ കൂടെ നിൽക്കുന്ന ടൈം ഏതാണോ അതാണ് പി ആയിട്ട് എടുക്കുന്നത്. ഇ റൈസ് ടു ഇൻ്റഗ്രൽ ഓഫ് ദാറ്റ് ടൈം എഴുതുന്നു. പി റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓർഡറും ഡിഗ്രിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം ഏതാണോ ഹയസ്റ്റ് ഡിഫറൻസിയേഷൻ അതാണ് ഓർഡർ. ഇതിനകത്ത് നിങ്ങൾക്കറിയാം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓർഡർ 2, ഒരു സംശയം വേണ്ട. പക്ഷെ ഡിഗ്രി പറയുന്നതിന് മുൻപ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഫ്രാക്ഷൻ പവേഴ്സ്, നെഗറ്റീവ് പവേഴ്സ്, ഇതൊക്കെ ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് രണ്ട് സൈഡ് ഒന്ന് സ്ക്വയർ ചെയ്യണം. എന്താ പ്രശ്നം? ഇവിടെ റൂട്ടുണ്ട്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2x the whole square is equal to y plus dy by dx. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് റൂട്ട് വരും. നോക്കൂ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യണമെന്നില്ല, ഇവിടെ നിന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഓർഡർ 2 ആണ്. ഏതാണോ ഓർഡർ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഹയസ്റ്റ് പവർ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഓർഡറും 2 ആണ്, ഡിഗ്രിയും 2 ആണ്. ഹിയർ ഓർഡർ ഈസ് 2, ഡിഗ്രി ഈസ് 2, ഓപ്ഷൻ എ കിട്ടും. ഓർഡറിൻ്റെ കാര്യം ഈസിയാണ്. ഏതാണോ ഹയസ്റ്റ് ഡിഫറൻസിയേഷൻ, ഡിഗ്രി പറയുന്നതിന് മുൻപ് ഫ്രാക്ഷണൽ പവർ റേസ് ടു 1/2, 3/2 അങ്ങനെ റൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് പവേഴ്സ്. അതായത് ഡെഫിനിഷനിൽ പറയുന്നത് ഇറ്റ്സ് എ പോളിനോമിയൽ ഇൻ ടേംസ് ഓഫ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിഫറൻഷ്യൽ ടേമുകളുടെ ഫോമിലുള്ളൊരു പോളിനോമിയൽ ആയിരിക്കണം. അപ്പം ചില കേസിൽ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. ഇപ്പോൾ സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്നോ ഈ റേസ് ഡി വൈ ബൈ ഡി എക്സ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ അകത്ത് വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് അത് പെടും. ഇൻസൈഡ് ചെയ്തതാണത്. സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതൊന്ന് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് വൈ ഡി വൈ ബൈ ഡി എക്സ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി എക്സ് എക്സ് ഡി എക്സ് പ്ലസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റിലേക്ക് വന്നാൽ വൈ ഡി വൈ സീക്വൽ ടു 0 വരും. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ നടത്താം. വേരിയബിൾ സെപ്പറബിൾ ആണ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 എന്നും വൈയുടെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2 എന്നും വരും. പ്ലസ് സി അല്ലെങ്കിൽ ഈക്വൽ ടു സി എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ പിന്നെ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ അവരൊരു ഐഡിയ തന്നിട്ടുണ്ട്. 0.5 എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് കിട്ടും? 0 + 25/2 സീക്വൽ ടു സി എന്ന് കിട്ടും. അപ്പോൾ സിക്ക് ഒരു വാല്യൂ കിട്ടി. അതിവിടെ റീപ്ലേസ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 സീക്വൽ ടു 25/2. ഇനി 2 കംപ്ലീറ്റ് കട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25, എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 5. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2c എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2c എന്ന് എഴുതി കഴിഞ്ഞാൽ 2cയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളൂ. അതും ക്ലിയർ ചെയ്തെടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്, ഒരു പ്രശ്നമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതും നിങ്ങൾ പഠിക്കാത്ത ഒരു പാറ്റേൺ ആണ് NCERT-യിൽ. ഇത് റെഡ്യൂസബിൾ ടു വേരിയബിൾ സെപ്പറബിൾ എന്നൊരു കാറ്റഗറി വരും. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ സീക്വൽ ടു ഡി എക്സ് ബൈ ഡി വൈ എന്ന് വരും. അങ്ങോട്ട് പോകും. റെഡ്യൂസബിൾ ടു വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിളിലേക്ക് പെട്ടെന്ന് മാറ്റാം. ഇൻ്റഗ്രേഷനൊക്കെ വളരെ എളുപ്പമാണ്. ഞാൻ അതിൻ്റെ ഫോം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് സീക്വൽ ടു എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി. അതായത് എക്സിലും വൈയിലുള്ള ഒരു ലീനിയർ ഇക്വേഷൻ കിട്ടും. വി ഗെറ്റ് എ ലീനിയർ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടി സീക്വൽ ടു എ എക്സ് പ്ലസ് പി വൈ പ്ലസ് സി എന്ന് കൊടുക്കും. ഈ ഫംഗ്ഷന് പകരം ടി എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇവിടെ അത് തന്നെ ചെയ്താൽ മതി.
ടി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കൊടുത്താൽ മതി. ഹോൾ സ്ക്വയർ അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇനി ഇത് ഡിഫറൻസിയേഷൻ നടത്തുക വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല, വൈ ആണ്. കാരണം ഇവിടെ ഡി വൈ ആ കിടക്കണം. അപ്പോൾ ഡി ടി ബൈ ഡി വൈ ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് 1. ഓക്കെ, എക്സ് പ്ലസ് വൈക്ക് പകരം ടി കൊടുത്തു, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തു. ഇനി ഇത് കംപ്ലീറ്റ് ഞാൻ ടിയിലേക്ക് മാറ്റുവാണ്. നോക്കിക്കോളൂ, കംപ്ലീറ്റ് ടിയിലേക്ക് മാറ്റുവാണ്. ഇട്ട് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിന് പകരം ടി സ്ക്വയർ വരും. ഡി എക്സ് ബൈ ഡി വൈക്ക് പകരം ഇത് ലെഫ്റ്റിലേക്ക് വരും. അപ്പോൾ ഡി ടി ബൈ ഡി വൈ മൈനസ് 1 ലെഫ്റ്റിലേക്ക് വരും. ആർക്ക് പകരം ഡി എക്സ് ബൈ ഡി വൈ സീക്വൽ ടു ടി സ്ക്വയർ, ഇതിന് പകരം ടി സ്ക്വയർ. ഇനി കാര്യങ്ങൾ എളുപ്പമായി. ഡി ടി ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടി സ്ക്വയർ എന്ന് കിട്ടും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി ടി ബൈ ടി സ്ക്വയർ പ്ലസ് 1 സീക്വൽ ടു ഡി വൈ എന്ന് കിട്ടും. രണ്ട് സൈഡും ഇൻ്റഗ്രേഷൻ നടത്തുന്നു. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇതിനെ ടാൻ ഇൻവേഴ്സ് ടി എന്നും സീക്വൽ ടു വൈ പ്ലസ് സി എന്നും കിട്ടും. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. 1 ബൈ ടി സ്ക്വയർ പ്ലസ് 1 ടാൻ ഇൻവേഴ്സ് ടി ആണ്. അപ്പോൾ ടിക്ക് പകരം വീണ്ടും ആൻസർ റിവേഴ്സ് ചെയ്യണം കേട്ടോ. ടി നമ്മൾ പുറത്തുനിന്ന് എടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ്, ഇൻ്റഗ്രേഷൻ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു, ഏത് കാറ്റഗറി എന്നും കിട്ടി. ഇനി ടിക്ക് പകരം എന്ത് കൊടുക്കും? എക്സ് പ്ലസ് വൈ കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ പ്ലസ് സി. ഓപ്ഷൻ ഇ കൊടുക്കാം നമുക്ക്. സി എവിടെ വന്നാലും കുഴപ്പമൊന്നുമില്ല, ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ, ലെഫ്റ്റ് തന്നെ കൊടുക്കുക, അതല്ല വേരിയബിൾ ആയിട്ട്, പ്ലസ് സി സീക്വൽ ടു വൈ. ഓപ്ഷൻ ഇ കിട്ടും. ഓക്കെ, റെഡ്യൂസബിൾ ടു വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിളിലേക്ക് നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്തെടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എൻ സി ആർ ടിയിലൊക്കെ ചെയ്യുന്ന വേർഡ് പ്രോബ്ലത്തിന്റെ ടൈപ്പാണ്. അവർ പറയുന്നു ഇക്വേഷൻ ഓഫ് ദ കർവ് പാസസ് ത്രൂ 1 0. അങ്ങനെ അവർ തരാനുള്ള കാരണം സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. വിച്ച് ഹാസ് സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് വൈ ബൈ എക്സ്, 1 പ്ലസ് വൈ ബൈ എക്സ്. സ്ലോപ്പ് ഓഫ് ദ കർവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് വൈ ബൈ എക്സ് എന്ന് വരുന്നു. ഇത് തീർച്ചയായിട്ടും ഹോമോജീനിയസിന്റെ കാറ്റഗറി പെടുത്താലോ. വൈ ഇസ് ഈക്വൽ ടു വി എക്സ്, അതായത് വൈ ബൈ എക്സ് ഈക്വൽ ടു വി. അവിടെ വി കൊടുത്താൽ മതി. ഡി വൈ ബൈ ഡി എക്സിന് പകരം എന്ത് കൊടുക്കും? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് വി. വൈക്ക് പകരം വൈ ബൈ എക്സിന് പകരം വി കൊടുക്കുന്നു. ദെൻ വി വി ക്യാൻസലായി പോകുന്നു. ക്രോസ് മൾട്ടിപ്ലൈ. ഡി വി ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ്, ഡി എക്സ് എക്സ്. ദെൻ ഇൻ്റഗ്രേറ്റ്. വി ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി അല്ലേ. ഡി വിയുടെ ഇൻ്റഗ്രൽ വി കിട്ടും. 1 ബൈ എക്സിൻ്റെ ലോഗ് എക്സ് എന്ന് വരും. വിക്ക് പകരം എന്ത് കൊടുക്കണം? വി ഈക്വൽ ടു വൈ ബൈ എക്സ് കൊടുക്കുന്നു. വൈ ബൈ എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്ന് വരും. ഇനി അവർ പറയുന്നുണ്ട് ഏത്? 1 0. ഈ 1 0 എന്തിനു വേണ്ടിയാ? സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സിന് നിങ്ങൾ 1ഉം വൈക്ക് 0യും കൊടുക്കൂ. അപ്പോൾ ഇത് 0 ബൈ 1 0 കിട്ടും, ലോഗ് 1 0 കിട്ടും, പ്ലസ് സി. അപ്പോൾ സിയുടെ വാല്യൂ 0 കിട്ടി. ആ സിയുടെ വാല്യൂ എടുത്ത് കൊടുത്താൽ വൈ ബൈ എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് കിട്ടും, പ്ലസ് 0. സി 0 ആയി പോയി. യെസ്, ഓപ്ഷൻ ഇ കിട്ടും. ഈ എക്സ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഓപ്ഷൻ ഇ കിട്ടും. ആ വൈ ബൈ എക്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഹോമോജീനിയസിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ലാംഡ എക്സും ലാംഡ വൈയും കൊടുത്താൽ ലാംഡ കട്ടായി പോകുന്നു. വിച്ച് ഇസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി 0. അടുത്തത് ഡി വൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു എ. ഇത് ഏത് കാറ്റഗറി പെടുത്തും നമ്മൾ? റെപ്രസൻസ് ഫാമിലി ഓഫ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എ മൈനസ് എക്സ് നടന്നു. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പരിപാടി കഴിഞ്ഞു.
വൈ ഡി വൈ ഇസ് ഈക്വൽ ടു എ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ദെൻ വേരിയബിൾ സെപ്പറബിൾ ആണ്, ഇൻ്റഗ്രേഷൻ നടത്തുന്നു, എക്സ് റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു, ശരിയല്ലേ, അതെ, എ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് സി. എ കോൺസ്റ്റന്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്, നമുക്ക് ആർബിട്രറി കോൺസ്റ്റന്റ് സി കിട്ടി. കംപ്ലീറ്റ് വേണമെങ്കിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സി വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പം -2c എന്ന് വരും. ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്, എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സീക്വൽ ടു എ മൈനസ് എക്സ് എഴുതിയാലും എക്സ് മൈനസ് എ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എവിടെയെങ്കിലും പ്രശ്നം വന്നോ? dy dy by y dy is equal to a minus x dx. ചെറിയൊരു പ്രശ്നം വന്നില്ലേ? ആരും പറഞ്ഞില്ല. ഒരു മൈനസ് ഇവിടെ വരണ്ടേ? ഏതാ? ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് a മൈനസ് എക്സ് ഹോൾ റൈസ് ടു 2/2 വരും. പിന്നെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞിടണം. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു അറേഞ്ച്മെന്റ് നടത്തിയാൽ ഇത് -2 വന്നോട്ടെ, കംപ്ലീറ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. വൈ സ്ക്വയർ പ്ലസ് ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എ മൈനസ് എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എക്സ് മൈനസ് എ എന്ന് എഴുതിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. സീക്വൽ ടു 2c. കംപ്ലീറ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് ഇപ്പുറത്തേക്ക് മൈനസ് കൊണ്ട് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ പ്ലസ് ആയി. ഇപ്പോൾ ഇക്വേഷൻ കാണുമ്പോൾ ഏത് ഇക്വേഷൻ പോലെയാണ് തോന്നുന്നത്? എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ. Equation of a circle with the center at A0 അല്ലേ? A0. എക്സിനകത്ത് സെൻറ്ററിന് എ വരുന്നുണ്ട്, വൈക്കകത്ത് 0 ആണ്. അപ്പോൾ സെൻറ്റർ എവിടെ വരും? സെൻറ്റർ ഓൺ എക്സ് ആക്സിസ്. ഓപ്ഷൻ എ കിട്ടും. റെപ്രസെൻസ് ഫാമിലി ഓഫ് സർക്കിൾ എന്ന് പറയാൻ കാരണം നമ്മൾ സിക്ക് വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് കോൺസ്റ്റൻറ്റുകൾ കിട്ടും. സി മാറും, സി ഈസ് ആൻ ആർബിട്രറി കോൺസ്റ്റന്റ്. അത് മാറുന്നതനുസരിച്ച് വ്യത്യസ്തങ്ങളായ റേഡിയസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫാമിലി ഓഫ് സർക്കിൾ വിത്ത് ഡിഫറെൻറ്റ് റേഡിയസ് ബട്ട് സെയിം സെൻറ്റർ. നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലാതെ ഫാമിലി ഓഫ് കർവ് എന്നൊരു കൺസെപ്റ്റാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേരിയബിൾ സെപ്പറബിളി ചെയ്യാം, അല്ലെങ്കിൽ ലീനിയറി ചെയ്യാം. ഏത് മെത്തേഡ് ചെയ്താലും കുഴപ്പമില്ല. dy by dx ഈക്വൽ ടു 5 മൈനസ് y എന്ന് എഴുതുന്നു. എന്നിട്ട് dy by 5 മൈനസ് y ഈക്വൽ ടു dx എന്ന് എഴുതുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻ്റഗ്രേഷൻ നടത്തുന്നു. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിച്ചും ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇതിപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആയി. ഇതിൻ്റെ ഇൻ്റഗ്രൽ വരുമ്പോൾ മൈനസ് ലോഗ് 5 മൈനസ് y വരും ഈക്വൽ ടു എക്സ് പ്ലസ് സി. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് -1 ന്യൂമറേറ്ററിൽ വരും. ഓക്കെ, മൈനസ് ലോഗ് 5 മൈനസ് y ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്ന് വരും. ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് അവിടെയുണ്ട്, ഓപ്ഷൻ എ വരും. ഓക്കെ, ഇതിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ലോഗ് 5 മൈനസ് y വരും. ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് വരും പ്ലസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു കാരണവശാലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാര്യം പറഞ്ഞാൽ y ട്രിപ്പിൾ ഡാഷ് 3 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തിയിട്ടുണ്ട്. y ട്രിപ്പിൾ ഡാഷ് എന്ന് വന്നിട്ടുണ്ട്, ഡിഗ്രി 3 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ സൈൻ ഓഫ് y ഡാഷ് എന്ന് വന്നിരിക്കുകയാണ്. ഡെറിവേറ്റീവ് ഒരു ഫംഗ്ഷനകത്ത് കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ ഡിഗ്രി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്, വിച്ച് ഈസ് നോട്ട് എ പോളിനോമിയൽ ഇൻ ടേംസ് ഓഫ് ഡെറിവേറ്റീവ്. അല്ലാണ്ട് ഇപ്പോൾ സൈൻ 30 വന്നെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ ട്രിഗണോമെട്രി ഒന്നും അല്ല പ്രശ്നം, അതിനകത്ത് കയറി y ഡാഷ് വന്നതാണ് പ്രശ്നം. ഡെറിവേറ്റീവിൻ്റെ ടൈമിൽ അത് പറ്റില്ല. ഇപ്പോൾ ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻസ് 2024 5 സെഷനിലായിട്ട് ചോദിച്ചു. ചിലതിൽ 2 ക്വസ്റ്റ്യൻ ആവാം ചിലപ്പോൾ, പക്ഷെ ഒരു ആവറേജ് 3 to 3, 4, 5, 3, 4 പ്രതീക്ഷിച്ചോളൂ. 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ചോദിക്കാം. 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ NCERT കാണാത്ത ടൈപ്പും കണ്ടു.
പക്ഷെ എൻട്രൻസിന് JEE ലെവലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഒരു ടോപ്പിക്കോടെ നോക്കാം. ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയ അണ്ടർ എ കർവ്. കാരണം അതിനകത്ത് നിന്നൊക്കെ ഒന്നല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു വേറെ സെഷനായിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനൊപ്പം തന്നെ നമുക്കതും ചെയ്യാം. ഏരിയ അണ്ടർ എ കർവ്, അതും NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വന്നിട്ടുള്ളൂ. ഒത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. നിങ്ങൾ NCERT കാണാത്ത മോഡലാണ് എന്നുവെച്ചാൽ പേടിക്കാനൊന്നുമില്ല. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ്. ഈ കർവിന് നിങ്ങൾക്കൊരു പരിചയം ഉണ്ടാവില്ല അല്ലേ. x = 3 cos θ, y = 5 sin θ. പക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ള കർവിലേക്ക് ഇതിനെ മാറ്റാം. ഒരു പാരാമെട്രിക് ഫോമിൽ തന്നേക്കണമെന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിനെ x/3 = cos θ എന്നും y/5 = sin θ എന്നും എഴുതാം. ഡിവൈഡ് ചെയ്തതാ. ഇനി ഇതൊന്ന് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക. സ്ക്വയറിങ് ആൻഡ് ആഡിങ്. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ x²/9 plus y²/25 equal to right side cos square theta plus sin square theta is 1. x²/9 plus y²/25 equal to cos square theta plus sin square theta, that is 1. It's an ellipse. Area of the region bounded by an ellipse x²/a² plus y²/b² equal to 1 is pi AB. ഏരിയ ഓഫ് എ റീജിയൻ ബൗണ്ടഡ് ബൈ ആൻ എലിപ്സ്. ഒരു എലിപ്സ് കൊണ്ട് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ പൈ AB എന്ന് എഴുതാം. പൈ AB. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ A എന്ന് പറയുന്നത് 3 ആണ്, B എന്ന് പറയുന്നത് 5 ആണ്. ഇൻ്റഗ്രേഷൻ ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് 3 × 5 15 പൈ ഓപ്ഷൻ A മാർക്ക് ചെയ്യാം. പൈ AB അഥവാ ഓപ്ഷൻ A വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. 15 പൈ, ആൻസർ A. നെക്സ്റ്റ്, ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ്സ് y = x². y = x² എന്ന് പറയുന്നത് ഏത് ഷേപ്പാണ്? x² = 4ay എന്ന് പറയുന്ന പരാബോള. ദിസ് ഈസ് x² = y. പിന്നെയോ y = 2x. y = 2x എന്ന് പറയുന്നത് ഈ ലൈൻ y = 2x. y = 2x എന്ന് പറയുന്ന ലൈൻ. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കണം. എൻ്റെ ഫിഗർ കുറച്ച് ചെറുതായി പോയിട്ടോ, കുറച്ച് പോർഷനേ വരുന്നുള്ളൂ. ഈ പോർഷൻ മാത്രം. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. മീറ്റിംഗ് പോയിന്റ്സ് ആർ, ഇത് 0 കിട്ടും. ഇത് രണ്ടോടെ സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അതല്ലെങ്കിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈക്ക് പകരം 2x കൊടുത്താൽ x² = 2x കിട്ടും. x² - 2x = 0 വരും. x പുറത്തേക്ക് എടുത്താൽ x = 0 or 2 എന്ന് വരും. അപ്പോൾ ഇത് 2 ആണ്, ഇത് 0 ആണ്. അപ്പോൾ നിങ്ങൾ എക്സിൻ്റെ ലിമിറ്റാണ് എഴുതുന്നത്. എക്സിൻ്റെ ലിമിറ്റ് എഴുതുമ്പോൾ x 0 മുതൽ 2 വരെ അല്ലേ. എക്സിൻ്റെ ലിമിറ്റാണ് 0 മുതൽ 2 വരെ. അതുകൊണ്ട് എക്സിൻ്റെ ടേമിലായിരിക്കണം ഇൻ്റഗ്രേഷൻ നടത്തേണ്ടത്. എന്ത് ചെയ്യും? ഈ രണ്ട് കർവിലും ഏതാണോ y അപ്പർ, മുകളിലൂടെ പോകുന്ന കർവിൻ്റെ y എടുക്കുക, മൈനസ് y ലോവർ. അതായത് ഇൻ്റഗ്രൽ 0 to 2 രണ്ട് കർവ് വരുമ്പോൾ ഏതാണോ അപ്പർ, എക്സിൻ്റെ ടേമിലാണെങ്കിലാട്ടോ, വൈയുടെ ടൈമിലല്ല, എക്സിൻ്റെ ടൈമിലാണ് ഇൻ്റഗ്രേഷൻ നടത്തണമെങ്കിൽ ലെഫ്റ്റ് ബൗണ്ടറിയും റൈറ്റ് ബൗണ്ടറിയും അവിടെ നിർത്തി. ഇനി ഷെയ്ഡായിട്ടുള്ള അപ്പർ ഏതാണ് വരുന്നത്? അപ്പർ വരുന്നത് ലൈനാണ്. അതിൻ്റെ y എടുത്താൽ 2x വരും. ലോവർ വരുന്നത് പരാബോളയാണ്. അതിൻ്റെ y എടുത്താൽ x² വരും, dx. ഓക്കെ, ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ നടത്തുക. അപ്പോൾ 2 × x²/2 കട്ടായി പോയിട്ട് x² - x³ 3 വരും. ഫ്രം 0 to 2. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 4 - 8/3.
എക്സിന് 2 കൊടുത്താൽ 4 മൈനസ് 8/3 കിട്ടും. LCM കണ്ടാൽ 12 മൈനസ് 8 ദാറ്റ് ഈസ് 4/3 ഓപ്ഷൻ ബോക്സ് കിട്ടും. ഓക്കെ, പരാബോള ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഏരിയയ്ക്കകത്ത് പരാബോളയും ലൈനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പരാബോള വരയ്ക്കുന്നു, മീറ്റ് ചെയ്യുന്ന പോയിന്റ് കാണുന്നു. ഇൻ എക്സ് ആണെങ്കിൽ അപ്പർ മൈനസ് ലോവർ ചെയ്താൽ ആൻസറിലേക്ക് എത്തും. ഏതാണോ അപ്പർ കർവ് മൈനസ് ലോവർ കർവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഏരിയ ബൗണ്ടഡ് ബൈ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2. ഇതിനെ എനിക്ക് വേണമെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ മൈനസ് 2 എന്ന് എഴുതാം. ചെറിയ പ്രശ്നമുണ്ട്. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ എന്നാണ് നമ്മൾ ആദ്യം എഴുതിയത്. ഇതാണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ. 0 കൂടെ പാസ് ചെയ്യും. ഇത് പക്ഷെ 0 കൂടെ പാസ് ചെയ്യില്ല, 0 പാസ് ചെയ്യും. 0 പാസ് ചെയ്യും. കാരണം വൈക്ക് 2 കൊടുത്താൽ എക്സിന് 0 ആയിരിക്കും. ഒരു യൂണിറ്റ് 2 യൂണിറ്റ് മുകളിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഗ്രാഫ് വരുന്നത് ഇതാണ് പരാബോള. ഈ പോയിന്റ് 0 2 എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ മൈനസ് 2. ഇനി ഒരു ലൈൻ ഉണ്ട് y ഈക്വൽ ടു എക്സ്. ഇതാണ് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ. ഇനി x ഈക്വൽ ടു 1 ആൻഡ് x ഈക്വൽ ടു 2. ഇതാണ് x ഈക്വൽ ടു 1, ഇതാണ് x ഈക്വൽ ടു 2. ഇതെല്ലാ പോർഷനും കൂടെ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഒരു പോർഷൻ പരാബോള, ഒരു പോർഷൻ ലൈൻ, ലോവർ അപ്പർ x ഈക്വൽ ടു 1, x ഈക്വൽ ടു 2. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ 1 മുതൽ 2 വരെയാണ്. ലോവർ ലിമിറ്റ് 1, അപ്പർ ലിമിറ്റ് 2. ഇനി മുകളിലൂടെ പോകുന്ന കർവ്, അപ്പർ കർവിൻ്റെ y എടുക്കണം. y അപ്പർ കർവിൻ്റെ y എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. മൈനസ് ലോവർ കർവിൻ്റെ y ദാറ്റ് ഈസ് എക്സ് dx. ഇൻ്റഗ്രേഷൻ നടത്തിയാൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 വരും. ഫ്രം 1 to 2. ഏരിയ കണ്ടുപിടിക്കണ്ടേ? ഏരിയ കണ്ടുപിടിക്കും. സിംപ്ലിഫൈ ചെയ്താൽ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 8/3 പ്ലസ് 4 മൈനസ് 2. ശരിയല്ലേ? 2 കൊടുത്താൽ 8/3 പ്ലസ് 4/2 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 1/3 പ്ലസ് 2 മൈനസ് 1/2. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 8/3 പ്ലസ് 2 4 മൈനസ് 2 വരും. മൈനസ് 1/3. ആ ഒരു ഓർഡറിൽ എഴുതിയാൽ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും അല്ലേ? 8/3 മൈനസ് 1/3 പ്ലസ് 2 മൈനസ് 1/2. 2 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ മൈനസ് 3/2. 4 മൈനസ് 1 3/2. 8 മൈനസ് 1 7 വരും. 7/3 മൈനസ് 3/2 പ്ലസ് 2. 7/3 മൈനസ് 3/2 പ്ലസ് 2. 6 LCM ആയിട്ടെടുത്താൽ 6 ഈസ് ടേക്കൺ ആസ് LCM. 6 LCM ആയിട്ടെടുത്താൽ എന്ത് കിട്ടും? 14 മൈനസ് 9 പ്ലസ് 12 എന്ന് കിട്ടും. അപ്പോൾ 12 മൈനസ് 9 3 വരും. 14 പ്ലസ് 3 17 വരും. 17/6 എന്നുള്ള ഓപ്ഷൻ ഡി കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ, ഒന്ന് പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ന് പറയുന്ന പരാബോള ഓപ്പൺ അപ്വാർഡ് ആയിരിക്കും. എക്സ് സ്ക്വയർ ഈക്വൽ ടു പോസിറ്റീവ് ആണെങ്കിൽ, എക്സ് സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പൺ ഡൗൺവേർഡ്. വൈ സ്ക്വയർ ഈക്വൽ ടു എന്നുള്ളതാണ് റൈറ്റിലേക്ക് വരുന്നത്. വൈ സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് വരും. പരാബോള ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരുന്നുള്ളൂ കേട്ടോ. പരാബോള ആൻഡ് ലൈൻ. ഇനി ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് തോന്നാം സാറേ സാധാരണ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ മീറ്റ് ചെയ്യാറുണ്ടല്ലോ. ഏത്? ഈ പരാബോളയും ലൈനോടെ മീറ്റ് ചെയ്ത് അതിനിടയിലുള്ള ഏരിയയിലെ സാധാരണ വരാറ്. അങ്ങനെ ഒരു ഡൗട്ട് തോന്നാറുണ്ട്. അതെങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ, ഇത് രണ്ടും മീറ്റ് ചെയ്യണമെങ്കിൽ ഒരു കോമൺ പോയിന്റ് കിട്ടണ്ടേ?
മനസ്സിലാവുന്നുണ്ടോ? ഈ രണ്ട് കർവ് മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കോമൺ പോയിന്റ് കിട്ടണം. കോമൺ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യണം. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യണമെങ്കിൽ ഈ y = x എടുത്ത് ഇവിടെ കൊടുത്താൽ സോൾവ് ചെയ്യുന്നു. ഇതോടെ സോൾവ് ചെയ്താൽ y = x ഇവിടെ കൊടുത്താൽ x = x² + 2 എന്നും x² - x + 2 = 0 എന്നും എഴുതി. ഇതിനകത്ത് എക്സിന് വാല്യൂ കിട്ടില്ല. കാരണം b² - 4ac എന്ന് പറയുന്നത് 1 - 8 വരും. ഇത് നെഗറ്റീവാണ് അല്ലേ? b² 1 കിട്ടും, b² - 4ac നെഗറ്റീവാണ്. അതായത് ഇത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. നമുക്കൊരു കോമൺ പോയിന്റ് എക്സിന് കിട്ടുന്ന വാല്യൂ ഇമാജിനറിയാണ്, ഒരു റിയൽ നമ്പർ കിട്ടുന്നില്ല, ഒരു പോയിന്റ് കിട്ടുന്നില്ല. അപ്പോൾ അത് ഒരു കാരണവശാലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് ഫിഗർ കിട്ടുന്നത്. ഫിഗർ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഫിഗർ വരയ്ക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. JEE ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഈസിയാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം NCERTയുടെ അപ്പുറത്തേക്ക് പരാബോളയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും പരാബോളയാണ്. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y = 3x². നമ്മുടെ സ്റ്റാൻഡേർഡ് പരാബോളയിലേക്ക് മാറ്റണമെങ്കിൽ x² = y/3. x² എന്ന് പറയുന്ന പരാബോള എങ്ങനെ വരും? ഇതാണ് x². ഇത് ചിലർക്ക് അടുത്ത പ്രശ്നം വെച്ചാൽ പലരും ഈ പരാബോള വരയ്ക്കുമ്പോൾ മാറിപ്പോകും. എപ്പോഴും ഈ പരാബോളയല്ലേ വരയ്ക്കാറ്, അത് വരച്ചു വയ്ക്കും. അത് ശ്രദ്ധിക്കണേ. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നത് x = -1 മുതൽ x = 1 വരെയാണ് ചെയ്യേണ്ടത്. ഇത് സിമ്മട്രിക്കൽ ഫിഗർ ആയതുകൊണ്ട് ഈ ഏരിയ മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഏത്? 0 മുതൽ 1 വരെ. എന്നിട്ട് × 2 ചെയ്താൽ മതി. ചെയ്താലും പ്രശ്നമില്ല. 0 മുതൽ, അപ്പോൾ ഒരു ലോവർ ലിമിറ്റ് 0 കിട്ടും. സിംപ്ലിഫിക്കേഷൻ എളുപ്പം ഉണ്ടാവും. 2 × 0 മുതൽ 1 വരെ. x കോർഡിനേറ്റ് ആണ്. നിങ്ങളുടെ കർവിൻ്റെ y എഴുതി കഴിഞ്ഞാൽ 3x² dx. 2 × 0 to 1 3x² dx. 2 × ഇതിൻ്റെ ഇൻ്റഗ്രൽ x³/3 വരും. 3 കട്ടായി പോയിട്ട് x³ കിട്ടും ഫ്രം 0 to 1 which is equal to 2 × 1 - 0 കിട്ടും. സോ ആൻസർ become 2 square units. ഓപ്ഷൻ A. ഓക്കെ, 0 മുതൽ 1 വരെ ചെയ്യുന്നു. × 2 ചെയ്യാൻ കാരണം പരാബോള ലൈനെല്ലാം സിമ്മട്രിക്കൽ ഫിഗേഴ്സ് ആണ്. സോ × 2 ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു. ഓപ്ഷൻ 2 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ദേ വീണ്ടും പരാബോള. ഇതുകൊണ്ട് എല്ലാ പരാബോളയും ഒരേ ടൈപ്പ് പരാബോളയാണ് കേട്ടോ. x² = y എന്ന് പറയുന്ന പരാബോള, y = 2x എന്ന് പറയുന്ന ലൈൻ. ബിറ്റ്വീൻ ദീസ് 2 പോർഷൻസ്, ഇതിനിടയിലുള്ള ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒന്നുകിൽ ഒരു പോയിന്റ് 0 ആണെന്നറിയാം, സോൾവ് ചെയ്താൽ മതി. ചിലർക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുന്നവർ എഴുതിക്കോളൂ. y = x² ഇവിടെ കൊടുത്താൽ x² = 2x. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണോ? സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. y = 2x, y = 2x², y = 2x, y = x². അല്ലേ? അതെ, y = 2x, y = x². സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ, സെയിം പാറ്റേൺ അല്ല, സെയിം ക്വസ്റ്റ്യൻ. ഇത് വ്യത്യസ്ത ഡേറ്റ് ചോദിച്ചതാട്ടോ, ഒരു ദിവസത്തെ ക്വസ്റ്റ്യൻ അല്ല. വ്യത്യസ്ത ഡേറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ ആൻസർ 4/3 നമ്മൾ എഴുതിയിട്ടുണ്ട്. അതേ പാറ്റേൺ, അതേ ക്വസ്റ്റ്യൻ തന്നെ, സെയിം ആൻസർ 4/3 കിട്ടുന്നു. വീണ്ടും ചെയ്യുന്നില്ല, കാരണം ഈ പോയിന്റ് 2 ആണ്. എനിക്ക് ആ കോർഡിനേറ്റ് കണ്ടപ്പോൾ തോന്നുന്നു. 0 മുതൽ 2 വരെ സെയിം ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് ദ സ്മോളർ റീജിയൻ. ഇതൊരൽപ്പം ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിപ്പോയി. കട്ട് ഓഫ് ദ സർക്കിൾ. ഈ സർക്കിൾ എന്ന് പറയുമ്പോൾ ഈ സർക്കിളിന്റെ സെന്റർ എത്രയാണ്? സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ അറ്റ് ഒറിജിൻ ആണ് അല്ലേ? സർക്കിളിന്റെ സെന്റർ അറ്റ് ഒറിജിൻ ആണ്. ആൻഡ് റേഡിയസ്, സർക്കിൾ ഹാസ് സെന്റർ അറ്റ് ഒറിജിൻ Circle has center at origin and radius 5. മറ്റെന്താ അവർ പറഞ്ഞിരിക്കുന്നത്? x = 3 എന്ന് പറയുന്ന മറ്റൊരു ലൈൻ ഉണ്ടെന്ന് അവർ പറഞ്ഞേക്കുന്നത്. ഏതാ ലൈനിന്റെ പേര്? x = 3. x = 3 എന്ന് പറയുന്ന മറ്റൊരു ലൈൻ ഉണ്ട്.
എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന മറ്റൊരു ലൈനുണ്ട്. അപ്പോൾ ഈ സ്മോളർ പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്മോളർ പോർഷൻ്റെ ഏരിയ ഓഫ് എ സ്മോളർ പോർഷൻ ഇത് കണ്ടുപിടിച്ചാൽ മതി. ദ ഏരിയ ഓഫ് എ സ്മോളർ സെഗ്മെന്റ് കട്ട് ഓഫ് ദ സർക്കിൾ ബൈ എക്സ് ഈക്വൽ ടു 3. ഇതാണ് ലാർജർ പോർഷൻ. അത് വേണ്ട, ഈ സ്മോളർ പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. 3 മുതൽ 5 വരെ ഇൻ്റഗ്രേഷൻ നടത്താം. ഇതിനകത്തുനിന്ന് y കണ്ടുപിടിക്കാം. ഇങ്ങനെ കിട്ടും. y സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 മൈനസ് എക്സ് സ്ക്വയർ ആയിരിക്കും. y ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. y സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 25 ആണ്. y സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് എക്സ് സ്ക്വയർ ആണ്. y ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2 ചെയ്യാം. 3 to 5 നമുക്ക് ഈ ഏരിയ കിട്ടുന്ന ബിറ്റ്വീൻ എക്സ് ആക്സിസ് താഴെ ഉള്ള പോർഷൻ വരുമ്പോൾ ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോർമുല എന്തായിരുന്നു? എക്സ് ബൈ 2 ഇൻറ്റു ക്വസ്റ്റ്യൻ എഴുതുന്നു. എക്സ് ബൈ 2 ഇൻറ്റു ക്വസ്റ്റ്യൻ എഴുതുന്നു. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ root of a square minus x square x by 2 into question plus a square by 2, that is 25 by 2 into sin inverse ആ 1 by root ന്റെ ഫോർമുല എഴുതുന്നു അല്ലേ, x by a from 3 to 5. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. x by 2 into question plus a square by 2 into 1 by root of in the formula which is equal to വേണമെങ്കിൽ 2 കംപ്ലീറ്റ് എപ്പോഴേ കട്ട് ചെയ്തേക്കാം. ഈ 2 അകത്തേക്ക് ചെല്ലുമ്പോഴേ 2 എല്ലാം പോയിട്ടു. ഇനി ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 25 മൈനസ് 25 0 കിട്ടി, പ്ലസ് 25 ഇൻറ്റു ഇവിടെ 5/5 സൈൻ ഇൻവേഴ്സ് 1. എക്സിന് കംപ്ലീറ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 5 ഇൻറ്റു 0 5/5 1 സൈൻ ഇൻവേഴ്സ് 1 5/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് 3 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 25 മൈനസ് 9 16 റൂട്ട് 4 25 minus 9 16 root 4 plus 25 into sin inverse 3/5 എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ നടത്തുവാണ്. എന്താണെന്നറിയോ? ദേ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഈ ടേമിൽ നിന്നും 25 ഔട്ട്സൈഡ് എടുക്കുന്നു. ബാക്കി ഇവിടെ π/2 ഉണ്ട്. മൈനസ് അകത്തേക്ക് ചെല്ലുമ്പോൾ സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് 12 എന്ന് കിട്ടുന്നു. -12. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഈ രണ്ട് ടേമിൽ നിന്ന് 25 ഔട്ട്സൈഡ് എടുക്കുന്നു. അപ്പോൾ π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് 3/5 എന്ന് വരുന്നു. ഓക്കെ, ഇനി ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുള്ള റിസൾട്ട് ഉണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. റിസൾട്ട് എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. സോ π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് ഇസ് വാട്ട്? വിച്ച് ഇസ് കോസ് ഇൻവേഴ്സ് എക്സ്. 25 കോസ് ഇൻവേഴ്സ് 3/5 മൈനസ് 12 എന്ന് കിട്ടുന്നു. 25 cos inverse 3/5 minus 12. 25 cos inverse 3/5 minus 12. ഓപ്ഷൻ സി കിട്ടുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏരിയ എന്ന ടോപ്പിക്കിൽ നിന്നുണ്ടായിരുന്നത്. കാര്യമായ ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യനേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, പരാബോള ലൈൻ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോളൂ. ഒരു ക്വസ്റ്റ്യൻ സർക്കിളിൻ്റെ വന്നു, ഒന്ന് എലിപ്സിൻ്റെ പാരാമെട്രിക് ഫോമിലും വന്നു. അതായിരിക്കും എൻട്രൻസിന് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഫെമിലിയർ അല്ലാത്ത രണ്ട് ക്വസ്റ്റ്യൻ അത് രണ്ടുമായിരുന്നു. കൃത്യമായ ഫിഗർ വരയ്ക്കുന്നു, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കാണുന്നു, ഏരിയ ഷെയ്ഡ് ചെയ്യുന്നു, ഇൻ്റഗ്രേഷൻ നടത്തുന്നു. ഓക്കെ.
എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ വരാം. അതാണ് ഏരിയയിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് അനുസരിച്ച് പ്രതീക്ഷിക്കേണ്ടത്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോളൂ. ഏറ്റവും സാധ്യത ലീനിയറിൽ നിന്ന്, അതിനകത്ത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇത്രയൊക്കെയാണ് റിപ്പീറ്റ് ചെയ്തത്. നമുക്കിതുപോലെ ഓരോ ചാപ്റ്ററിൻ്റെ ചെയ്ത് കഴിയുമ്പോഴും 24 ട്രെൻഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം, ചാപ്റ്റർ വൈസ് ചെയ്ത് തന്നെ. ഓക്കെ, താങ്ക് യു.